ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 അതിലൊരു ഓട്ടോബയോഗ്രഫിയാണ്. ആരുടെ? ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു ഓത്തറിൻ്റെ ഓട്ടോബയോഗ്രഫി ആയ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലെ ഫുൾ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കൂട്ടുകാരെ, ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓതർ അവരുടെ ജീവിത ചരിത്രം എഴുതി പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പം നമുക്ക് ഹെലൻ കെല്ലറിനെ കുറിച്ച് കുറച്ചൊന്ന് നോക്കിയാലോ. ഹെലൻ കെല്ലർ എന്ന് പറയുന്നത് എവിടെയാണ് ജനിച്ചത്? അൽബാമ എന്ന് പറയുന്ന സ്ഥലത്താണ്. അൽബാമ എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ അൽബാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹെലൻ കെല്ലർ ജനിച്ചത്. ഓക്കെ, അപ്പോൾ ഹെലൻ കെല്ലറിന് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പം അവർക്ക് ജനിക്കുമ്പോൾ അവർക്ക് എന്താണ്? കണ്ണിന് കാഴ്ചയും കേൾവി ശക്തിയും സംസാരിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 19 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ബ്രെയിനിൽ ഒരു അസുഖം ബാധിക്കുകയും അത് ഇവരുടെ സംസാരശേഷിയെയും കേൾവിശേഷിയെയും അതേപോലെ കാഴ്ചയെയും ബാധിക്കുകയും അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് ഹെലൻ കെല്ലറിൻ്റെ ഒരു ജീവചരിത്രം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിൻ്റെ പേരാണ് ആനി സള്ളിവൻ. ആനി സള്ളിവനാണ് പിന്നെ ഇവർ പഠിക്കാനും വായിക്കാനും അതേപോലെ ഇവരെ തിരിച്ച് ലൈഫിലേക്ക് ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി തിരിച്ച് ഇവരെ ലൈഫിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം ഒരു നോർമൽ കുട്ടിയായിരുന്നു. പിന്നെ അവരുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയൊക്കെ പോയതിന് ശേഷം അവരെങ്ങനെയാണ് ലൈഫിൽ ഫൈറ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഡിറ്റർമിനേഷനോടുകൂടി മുന്നോട്ട് വന്നത് എന്നുള്ളൊരു സ്റ്റോറിയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹെലൻ കെല്ലറിനെ കുറിച്ച് കൂട്ടുകാർക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അവരുടെ ഓട്ടോബയോഗ്രഫി, ഇത് ഫുൾ ഓട്ടോബയോഗ്രഫി ഇല്ല, ഓട്ടോബയോഗ്രഫീൻ്റെ ചെറിയൊരു പാസേജ് മാത്രമായിട്ടാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്കതിലേക്ക് പോയാലോ. അപ്പോൾ ഓട്ടോബയോഗ്രഫീൻ്റെ പേര് ഇത് സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The beginning of my life was simple and much like every other little life. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ജനനം തുടങ്ങിയപ്പോൾ ഇത് സാധാരണ കുട്ടികളുടെ പോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു എൻ്റേതും എന്നാണ് പറയുന്നത്. I came, I saw and I conquered. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി. ഓക്കെ, as the first child in the family always does. എന്താണ്? ഞാൻ എൻ്റെ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയായത് കാരണം ഞാൻ I came, I saw, I conquered. ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി. There was the usual amount of discussion on a name for me. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്ന? ഈ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയായത് കാരണം എൻ്റെ പേര് ഇടാൻ വേണ്ടിയിട്ട് വീട്ടിൽ വലിയൊരു ഡിസ്കഷൻ, വലിയൊരു ചർച്ചകൾ തന്നെ നടന്നിരുന്നു. ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് ടു ബി ലൈറ്റ്ലി നെയിംഡ്. ഫസ്റ്റ് ഉണ്ടാവുന്ന കുട്ടികളുടെ പേര് ഇങ്ങനെ സിമ്പിളായിട്ട് ഇടാനുള്ളതല്ല, അത് കുറച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഇടേണ്ടതാണെന്നാണ് എൻ്റെ ഫാമിലിൻ്റെ അഭിപ്രായം എന്ന് ഹെലൻ കെല്ലർ പറയുകയാണ്. ഓക്കെ, എവറി വൺ വാസ് എംഫാറ്റിക് അബൌട്ട് ദാറ്റ്. എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരേ നിർബന്ധം തന്നെ ആയിരുന്നു. ഓക്കെ, മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മൈൽഡ്രെഡ് ക്യാമ്പൽ. അപ്പം എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് പേരാണ് കണ്ടെത്തിയത്? മൈൽഡ്രെഡ് ക്യാമ്പൽ എന്നാണ് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഷീ വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസിസ്റ്റർ.
മൈൽഡ്രഡ് ക്യാമ്പൽ എന്ന് പറഞ്ഞത് അവരുടെ കുടുംബത്തിലെ ഏറ്റവും പൂർവിക എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ അവരുടെ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഒരാളുടെ പേരാണ് മൈൽഡ്രഡ് ക്യാമ്പൽ. But in the excitement of carrying me to the church, my father forgot the name on the way. അപ്പം എന്താണ്, പേരിടൽ ചടങ്ങിൻ്റെ ആകാംക്ഷയോടെ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് അച്ഛൻ കണ്ടെത്തിയ മൈൽഡ്രഡ് ക്യാമ്പൽ എന്ന പേര് അച്ഛൻ വഴിയിൽ വെച്ച് തന്നെ മറന്നുപോയി. When the church minister asked him for it, he gave the name Helen Adams. അപ്പം എന്താണ്, പള്ളിയിലെത്തി പേരിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രീസ്റ്റ് എന്താണ് പേര് എന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പേര് മറന്നു പോകുകയും അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്ത് പേരിട്ടു, അച്ഛന് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു പേരാണ് ഹെലൻ ആഡംസ്. അങ്ങനെയാണ് എനിക്ക് ഹെലൻ ആഡംസ് എന്ന് പേര് വന്നത്. ഓക്കെ, അപ്പം കൂട്ടുകാർക്ക് ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് ഹെലന് ഹെലൻ എന്ന് പേര് കിട്ടിയത്? നമുക്ക് ആൻസർ നോക്കിയാലോ. Helen Keller's father initially intended to name her Mildred Campbell. അപ്പം എന്താണ്, ഹെലൻ കെല്ലറിന്റെ അച്ഛൻ ആദ്യം അവൾക്ക് മൈൽഡ്രിഡ് ക്യാമ്പൽ എന്ന് പേരിടണം എന്നാണ് ആലോചിച്ചു വെച്ചത്. ബട്ട് ഓൺ ദ വേ ടു ദ ചർച്ച് ഹി ഫോർഗോട്ട് ദ നെയിം. പക്ഷെ എന്താണ്, പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ആ മൈൽഡ്രിഡ് ക്യാമ്പൽ എന്ന് പറയുന്ന പേര് മറന്നുപോയി. ഓക്കെ, ഇൻസ്റ്റെഡ് ഹി ഗേവ് ദ നെയിം ഹെലൻ ആഡംസ്. അതിന് പകരം ഹെലന്റെ അച്ഛൻ എന്ത് പേരാണ് ഇട്ടത്, ഹെലൻ ആഡംസ് എന്നുള്ള പേരാണ് നൽകിയത്. ഓക്കെ, I showed many signs of eager self-asserting deposition when I was still a baby. ഞാൻ ഒരു ചെറിയ കുഞ്ഞുവാവയായിരുന്നപ്പോൾ തന്നെ ഞാൻ എന്ത് കാണിച്ചിരുന്നു, ആകാംക്ഷയും അതേപോലെ സെൽഫ് അസേർട്ടിങ് എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, കോൺഫിഡൻസോടുകൂടി ഓരോന്ന് മെല്ലെ മെല്ലെ ചെയ്യാനൊക്കെ ഞാൻ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. I insisted upon imitating everything that I saw other people doing. അപ്പം എന്താണ്, ഹെലൻ കെല്ലറിന്റെ ഫാമിലിയിലുള്ള മറ്റുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ അവർ ചെയ്യുന്ന പോലെ തന്നെ ഞാനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, at 6 months I could pipe out how do you do. ഓക്കെ, 6 മാസം ആയപ്പോഴത്തേക്കും ഇവിടെ പൈപ്പ് ഔട്ട് എന്ന മീനിങ് എന്താന്ന് വെച്ചാൽ സ്പീക്ക് ഔട്ട്. ഓക്കെ, ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൗ ഡു യു ഡു. ഈ ഹൗ DY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ഡു യു ഡു എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ചെറുപ്പത്തിൽ തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ ഹൗ ഡു യു ഡു എന്ന് കുഞ്ഞു കുട്ടികളൊക്കെ പറയില്ലേ, ഫുൾ ക്ലാരിറ്റി ഇല്ലാതെ, അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണെങ്കിൽ പോലും ഹൗ ഡു യു ഡു എന്ന് ഹെലൻ കെല്ലർ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. One day I attracted everyone's attention by saying TTT quietly, plainly. Okay. അപ്പം എന്താണ്, ഒരു ദിവസം എല്ലാവരുടെയും അറ്റൻഷൻ ഹെലൻ കെല്ലർ അട്രാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ TTT എന്ന് ഹെലൻ കെല്ലർ പറയാൻ തുടങ്ങി, ക്വയറ്റ്ലി പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ആശ്ചര്യമായി. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഹെലൻ കെല്ലർ ഓരോരോ വേർഡ്സ് പറയാൻ തുടങ്ങിയപ്പം അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഹാപ്പിയായി. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് I remembered one of the word I had learned in these earlier months. ഓക്കെ, അപ്പം എന്താണ്, ഇതിപ്പോൾ ഹെലൻ കെല്ലർ എഴുതുന്ന സമയത്ത് അവരുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുള്ള സമയമാണ്. പക്ഷെ അപ്പം ഇപ്പം അവർ ആലോചിക്കുകയാണ്, ഓർത്തെടുക്കുകയാണ്. ആ സമയത്ത് അവർ പഠിച്ച വേർഡ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ അവർ ഓർത്തെടുക്കുകയാണ്. ഓക്കെ, അപ്പം അവർ കുറച്ച് വേർഡ്സ് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. ഓക്കെ, അപ്പം വാട്ടർ എന്ന് പറഞ്ഞ വേർഡ് ഹെലൻ കെല്ലർ പറയുമായിരുന്നു. ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് for that word after all other speech was lost. അപ്പോൾ എന്താണ്, ഹെലൻ കെല്ലറിന് വയ്യാതാവുന്നത് വരെ അവർ വാട്ടർ എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയുമായിരുന്നു. പക്ഷെ അവരുടെ സ്പീച്ച് ലോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റൊക്കെ ആയപ്പോഴും ബാക്കി എല്ലാ സ്പീച്ചും അവൾ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ ഈ വാട്ടർ എന്ന വേർഡ് അവളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. I stopped making the sound wa wa only when I learned to spell the word.
ഓക്കെ, അപ്പൊ എന്താണ്, ഹെലൻ കെല്ലർ വാ വാ എന്നുള്ള വേർഡ് സൗണ്ട് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എന്താണ്, ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേർഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. Why does Helen say she showed many signs of an eager and self-asserting disposition? എന്തുകൊണ്ടാണ് ഹെലൻ പറയുന്നത് എന്താണ്, ഈഗറും സെൽഫ് അസേർട്ടിംഗ് ആയിട്ടുള്ള സയൻസ് അവള് ചെറുപ്പകാലത്തിലെ കാണിച്ചു തുടങ്ങി എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹെലൻ വാസ് എ ബ്രില്യൻറ്റ് ഗേൾ ആൻഡ് she wants to study from childhood itself. ഇപ്പൊ ഇതേപോലത്തെ ഈഗർ സെൽഫ് അസേർട്ടിംഗ് ആയിട്ടുള്ള സയൻസ് ഒക്കെ എന്തുകൊണ്ടാണ് ഹെലൻ കാണിച്ചു തുടങ്ങിയത്? അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെലൻ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു. അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് അധികമായിരുന്നു. ഓക്കെ, അടുത്ത സെക്ഷൻ നോക്കാം. They tell me I walked the day I was a year old. അപ്പൊ എന്താണ്, അവര് പറയുന്നുണ്ട് ഞാൻ 1 വയസ്സായപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങി. My mother had just taken me out of the bathtub and I was holding in her lap. അപ്പൊ എന്താണ്, കുളിച്ച ശേഷം ഹെലന്റെ മദർ എന്ത് ചെയ്തു, അവളെ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് പുറത്ത് കാഴ്ച കാണാൻ വേണ്ടി അമ്മയുടെ മടിയിലിരുത്തി. അതാണ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാപ്പ് എന്ന് പറഞ്ഞാൽ ഹെലൻ കെല്ലറിന്റെ അമ്മ ഹെലൻ കെല്ലറിനെ അവളുടെ മടിയിൽ ഇരുത്തിയിട്ട് പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. I was suddenly attracted by the flickering shadows of leaves that danced in the sunlight. അപ്പൊ എന്താണ്, അപ്പൊ അമ്മേന്റെ മടിയിൽ ഇരുന്നിട്ട് ഈ മരത്തിന്റെ ഇലകളുടെയൊക്കെ നിഴല് ഇങ്ങനെ ഇലകൾ ആടുമ്പോൾ, സൺലൈറ്റിന്റെ വെളിച്ചത്തില് ഇലകൾ ആടുമ്പോൾ നിലത്തിങ്ങനെ ഷാഡോസ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം ഹെലൻ എന്താണ്, ആ ഒരു മൂവ്മെന്റിനെ അട്രാക്ട് ചെയ്ത് അതിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, I slipped from my mother's lap and almost ran towards them. അപ്പൊ എന്താണ്, ഈ ഇലകളുടെ മൂവ്മെന്റ്, ഇലകളുടെ ഷാഡോന്റെ മൂവ്മെന്റ് കണ്ടിട്ട് ഹെലൻ എന്ത് ചെയ്തു, അമ്മേന്റെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ആ ഇലകൾ ഇളകുന്ന ഇടയിലേക്ക് പോയി ചെന്നു. ബട്ട് the impulse was quickly gone. പക്ഷെ എന്താണ്, ഹെലന് ഇതേപോലത്തെ ഓരോന്ന് കാണുമ്പോഴുള്ള ഇൻട്രസ്റ്റുകളും ഓരോന്ന് പോയി എടുക്കാനൊക്കെയുള്ള ഇമ്പൾസുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. I fell down and cried for her to take me up in her arms. അപ്പൊ എന്താണ്, ഓടിച്ചെന്നപ്പോൾ ഹെലൻ മുട്ടുകുത്തി നിലത്ത് വീണു. അപ്പൊ ഹെലൻ കരഞ്ഞപ്പോ എന്താണ്, ഹെലൻ അമ്മ അവളെ എടുക്കാൻ വേണ്ടിയിട്ട് അവള് കൈപൊക്കി. ഓക്കെ, These happy days did not last long. എന്താണ്, ഇതേപോലത്തെ ഹാപ്പി ഡേയ്സ് കുറച്ചു കാലം മാത്രമേ നിലനിന്നുള്ളൂ. Just 1 year, 1 വർഷം മാത്രം. One brief spring, അപ്പം ഒരു സ്പ്രിംഗ് ടൈമില് when the robin and the mockingbird sang their melodious song. അപ്പൊ എന്താണ്, 2 ബേർഡ്സ് സ്പ്രിംഗ് ടൈമിൽ ബേർഡ്സ് എന്താ ചെയ്യുന്നത്, റോബിൻ എന്ന് പറയുന്നത് ഒരു ബേർഡാണ്, മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്ന ഒരു ബേർഡാണ്. അവരെന്താണ് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ തുടങ്ങി. ഓക്കെ, എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പൊ സമ്മറിൽ എന്താണ്, പൂക്കളും കായ്കളെല്ലാം ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. അപ്പോൾ ഓട്ടത്തിൽ എന്താണ് സംഭവിച്ചത്, ആ പൂ വിരിഞ്ഞ പൂക്കളും കായ്കളെല്ലാം എന്താണ് പഴുത്ത് നിലത്തേക്ക് വീണ് ഇലകളൊക്കെ കൊഴിയാൻ തുടങ്ങി. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി. അത് ഒരു ഫെബ്രുവരി മാസത്തിലാണ് സംഭവിച്ചത്. ഇൻ ദ മിഡിൽ ഓഫ് വിന്ററിന്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ട്. I was struck by the illness which closed both my eyes and ears forever. അപ്പൊ എന്താണ്, ഒരു വിന്റർ സമയത്ത് ഫെബ്രുവരി മാസത്തിൽ എന്താണ്, ഹെലൻ കെല്ലറിന് വല്ലാതൊരു അസുഖം പിടികൂടുകയാണ്. ഓക്കെ, ആ അസുഖത്താൽ എന്ത് സംഭവിച്ചു, ഹെലൻ കെല്ലറിന്റെ കണ്ണുകളുടെ കാഴ്ചയും അതേപോലെ കേൾവി ശക്തിയും നഷ്ടപ്പെട്ടു, എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. The doctor thought I would not live. ഡോക്ടർ എന്താണ് വിചാരിച്ചത്, ഹെലൻ കെല്ലർ ഇനി മുന്നോട്ട് ജീവിക്കില്ല എന്ന് ഡോക്ടർ കരുതി. ബട്ട് early one morning the fever left me. പക്ഷെ എന്താ, ഒരു സുപ്രഭാതത്തിൽ രാവിലെ എന്താണ്, പനി എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. There was great rejoicing in the family that morning. അപ്പൊ എന്താണ്,
അവരുടെ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയാണ്. അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് ഇങ്ങനെ അസുഖം വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ ഇവരുടെ ആ വിന്ററിൽ വന്ന പനി പോയപ്പോഴത്തേക്കും എന്താണ്, അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും സന്തോഷവും സമാധാനവും അവരുടെ ഫാമിലിയിലേക്ക് വന്നു. ബട്ട് not even the doctor knew that I would never see or hear again. പക്ഷെ എന്താണ്, ആ വീട്ടിലുള്ള ഡോക്ടറും പിന്നെ എന്താണ് ആ ഫാമിലിയിലുള്ള എല്ലാവരും എന്താണ് പിന്നെ വിചാരിച്ചിരുന്നത്, എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഹെലൻ പോകുന്ന ആ വീട്ടിലുള്ളവരോ ഡോക്ടറോ ഒരിക്കലും കരുതിയിരുന്നില്ല. ഓക്കെ, ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. Why didn't Helen's happy days last long? അപ്പൊ ഹെലന്റെ ഹാപ്പി ഡേയ്സ് എന്തുകൊണ്ടാണ് കുറെ കാലം നിലനിൽക്കാതിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് അപ്പൊ ആൻസർ? ഹെലൻസ് ഹാപ്പി ഡേയ്സ് ഡിഡിന്റ് ലാസ്റ്റ് ലോങ്. ഹെലന്റെ ഹാപ്പി ഡേയ്സ് കുറെ നാൾ നിലനിന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് അറ്റ് ദ ഏജ് ഓഫ് 19 months 19 മാസം ആയപ്പോഴത്തേക്കും ഇൻ ഫെബ്രുവരി ഷീ ഫെൽ ഇൽ. ഹെലൻ എന്താണ്, അസുഖം ബാധിച്ച് കിടപ്പിലായി. ദ ഇൽനെസ് ലെഡ് ടു ലോസ് ഓഫ് ഐസൈറ്റ് ആൻഡ് ഹിയറിംഗ്. അപ്പം ആ അസുഖം ബാധിച്ചതോടെ എന്തായി, ഹെലന്റെ കാഴ്ചശക്തിയും അതേപോലെ കേൾവി ശക്തിയും നഷ്ടപ്പെട്ടു പോയി. വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിലെ എന്ത് ട്രാജഡിയാണ് ഹെലന് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ ഫെബ്രുവരി ഹെലൻ കെല്ലർ വാസ് സ്ട്രക്ക് ബൈ ആൻ ഇൽനെസ് ദാറ്റ് ലെഫ്റ്റ് ഹെർ ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. അപ്പൊ എന്താണ്, ഫെബ്രുവരി ഒരു വിന്ററിൽ ഹെലന് അസുഖം ബാധിക്കുകയും ആ അസുഖം ബാധിച്ചിട്ട് അവളുടെ കണ്ണും ചെവിയും പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, I fancy I still have confused memories of that illness. എന്താണ് ഐ ഫാൻസി എന്ന് പറഞ്ഞാൽ ഞാൻ വിഷ് ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോഴും എനിക്ക് ആ കൺഫ്യൂസ്ഡ് ആ അസുഖത്തിന്റെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മെമ്മറീസ് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആര് വിചാരിക്കുകയാണ്? ഹെലൻ ഓർക്കുകയാണ്. I especially remember the tenderness with which my mother tried to soothe me in my waking hours. Okay, അപ്പൊ എന്താണ്, എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ്. അപ്പം അവർക്ക് ഈ സുഖമില്ലാതെ കിടന്ന സമയത്ത് അമ്മ എപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു? ഹെലൻ കെല്ലറിനെ സൂത്ത് ചെയ്യുമായിരുന്നു. സൂത്തിന് ഇവിടുത്തെ മീനിങ് എന്താണ്? കൺസോൾ ചെയ്യായിരുന്നു. കൺസോൾ എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കുമായിരുന്നു. അമ്മ എപ്പോഴും ഹെലൻ കെല്ലറിനെ സമാധാനിപ്പിക്കുമായിരുന്നു. I also remember the pain and confusion with which I wake up after a disturbed sleep. അപ്പൊ എന്താണ്, അവര് എന്താ പറയാ, ആ അസുഖം പിടിച്ച സമയം എന്ന് പറയുന്നത് അവരുടെ ശരീരഭാഗങ്ങൾക്ക് വേദനയും അതേപോലെ കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡീപ്പ് സ്ലീപ്പ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും അവരുടെ സ്ലീപ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. ഒന്നെങ്കിൽ പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. I turned my eyes away from the once loud night. ഓക്കെ, അപ്പൊ എന്താണ് ഹെലൻ ചെയ്തതല്ല, അവരുടെ ലൈഫിൽ വന്നൊരു സിറ്റുവേഷൻ ആണ്. ഒരു കാലത്ത് അവരുടെ കണ്ണുകൾ കൊണ്ട് അവര് ഇഷ്ടപ്പെട്ട ലൈറ്റ് ഇപ്പൊ എന്താണ്, അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അവർ ആ ലൈറ്റിൽ നിന്ന് ഡാർക്ക്നെസ്സിലേക്ക് മാറിയിരിക്കുന്നു. ബട്ട് എക്സെപ്റ്റ് ഫ്രം ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ്, പക്ഷെ എന്താണ്, ആ അലട്ടിക്കൊണ്ടിരിക്കുന്ന മെമ്മറീസ് ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ. അതൊരു എന്താണ്, റിയൽ അല്ല, ഒരു അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് അവരത് ഓർക്കുന്നുണ്ട്. ലൈക്ക് എ നൈറ്റ് മെയർ, ഒരു പേടി സ്വപ്നം പോലെയാണ് ആ 19 മാസം കഴിഞ്ഞിട്ടുള്ള അവർക്ക് അസുഖം വന്നിട്ടുള്ള ആ സിറ്റുവേഷൻ ഒരു പേടി സ്വപ്നം പോലെയാണെന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. അപ്പൊ എന്താ, പതിയെ അവരുടെ ചുറ്റുമുള്ള നിശബ്ദതയെയും ഇരുട്ടിനെയും അവരെന്താക്കി, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. I forgot completely that it had all been very different. അവര് മറക്കുകയാണ് പൂർണ്ണമായിട്ടും. എന്താണ്, പിന്നെ അവർക്ക് ആദ്യം കാണാനും കേൾക്കാനും പറ്റുമായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർക്ക് കേൾവിശക്തിയും കാഴ്ചയും പോയപ്പോൾ എന്താണ്, അവരത് കംപ്ലീറ്റ്ലി മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇറ്റ് വാസ് മൈ ടീച്ചർ who changed everything and set my spirit free.
അപ്പം ഇവിടെ എന്താണ്, ഈ അവരുടെ മദർ അവരെ ഭയങ്കരമായിട്ട് കൺസോൾ ചെയ്യുകയും സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നതാണ് ആര്, അവരുടെ ടീച്ചർ. അപ്പൊ ടീച്ചർ എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാറ്, ടീച്ചർ അവരെ കുറെ സമാധാനപ്പെടുത്തുകയും പിന്നെ എന്താണ് അവർക്ക് ആവേശം നൽകുക, ഓരോരോ കാര്യം ചെയ്യാനും അതേപോലെ വായിക്കാനും. ഒപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരുടെ ടീച്ചർ അവർക്ക് കൂടുതൽ കോൺഫിഡൻസും അതേപോലെ ബാക്കിൽ നിന്ന് ബാക്ക് സപ്പോർട്ടും കൊടുത്തിരുന്നു. ബട്ട് the first 19 months of my life had been different. പക്ഷെ എന്താണ്, എൻ്റെ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 19 മാസം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. I had caught glimpses of broad green fields, a luminous sky, trees and flowers. അപ്പൊ എന്താണ്, ആ 19 മാസത്തില് ഞാൻ കുറെ കാഴ്ചകൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത് എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും ഉണ്ട്. ആ മെമ്മറീസിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഗ്രീൻ ഫീൽഡ്, ഓക്കെ, ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്, പച്ചപ്പായ വയലുകള്, ലൂമിനസ് സ്കൈ, വിശാലമായ ആകാശം, അതേപോലെ മരങ്ങൾ, ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, പൂക്കൾ. The darkness that followed could not wholly blot them out. പക്ഷെ എന്താ, അത് കഴിഞ്ഞിട്ട് ഇരുട്ടാണ് എൻ്റെ ജീവിതത്തിൽ വന്നതെങ്കിലും ഈ നല്ല നല്ല കാഴ്ചകൾ എൻ്റെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്നു എന്നാണ് ആര് പറയുന്നത്, ഹെലൻ കെല്ലർ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. Why were the first 19 months of Helen Keller's life different? അപ്പം ഫസ്റ്റത്തെ 19 മാസം എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ ആൻസർ ചെയ്യാം. The first 19 months of Helen Keller's life were different because during this time she could see, അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു, and hear, കേൾക്കാനും കഴിഞ്ഞിരുന്നു. She caught glimpses of broad green fields, luminous sky, trees and flowers. അപ്പൊ ആദ്യത്തെ 19 മാസം എന്ന് പറയുന്നത്, അവർ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള 19 മാസം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവര് എന്താണ് നടക്കുകയും പിന്നെ ഓരോരോ വേർഡ്സ് പറയുക, ഹൗ ഡു യു ഡു, വാട്ടർ, അങ്ങനെയൊക്കെ പറയുകയും പിന്നെ എന്താണ് അവർ ഫ്ലവേഴ്സ്, ട്രീസ്, സ്കൈ, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കാണുക, അതൊക്കെ ചെയ്തിരുന്നു. ആ 19 മാസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു വന്നത്. അപ്പം ആ 19 മാസത്തിൽ അവർ എൻജോയ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പം ഇത്രയും പറഞ്ഞത് എന്താണ്, ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഹെലൻ കെല്ലർ. പക്ഷെ എന്താണ്, അവരുടെ സ്ട്രെങ്ത്തും ഡിറ്റർമിനേഷനും അതേപോലെ അവർ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ലൈഫിൽ മുന്നോട്ട് വന്നിരിക്കുന്നതും. പിന്നെ എന്താണ്, അമേരിക്കയിലെ ഡിസേബിൾഡ് പേഴ്സണിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വ്യക്തിയാണ് ആര്, ഹെലൻ കെല്ലർ. അതേപോലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണിൽ ഒരാളും കൂടിയാണ് ഹെലൻ കെല്ലർ. അതേപോലെ കുറച്ച് വ്യക്തികളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവരൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവരെല്ലാവരും എന്താണ്, ഡിസേബിൾഡ് പീപ്പിൾസ് ആണ്. പക്ഷെ എന്താണ്, ആ ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞിട്ട് അവരെന്താണ്, ഞാൻ ഡിസേബിൾഡ് ആണല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല. അവർക്ക് എന്ത് ടാലന്റ് ആണോ ഉള്ളത് അത് കണ്ടെത്തി അവർ മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള 3 വ്യക്തികളുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഹിയർ ആർ സം പീപ്പിൾ ഹൂ മേഡ് ഇറ്റ് ബിഗ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. ഓക്കെ, അപ്പൊ എന്താണ്, അവർക്ക് ജീവിതത്തിൽ വന്ന ദുഷ്കരമായ അല്ലെങ്കിൽ ഡിസേബിലിറ്റീനെ മറികടന്ന് അവർ ജീവിതത്തിൽ ഉയർച്ചയിൽ എത്തിയിരിക്കുന്ന ആളുകളെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആരാന്ന് നോക്കിയാലോ, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആരാണ്, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ആരാണ്, അയാൾ ഒരു ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അയാള് ഫിസിക്സിൽ ഫിസിസ്റ്റ് ആണ്, ആൻഡ് കോസ്മോളജിസ്റ്റ് ആൻഡ് ഓതർ. കോസ്മോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിനെയാണ് കോസ്മോളജിസ്റ്റ് എന്ന് പറയാ. പിന്നെ ഒരു എഴുത്തുകാരനും കൂടിയാണ്. അവർക്ക് എന്ത് അസുഖമാണ് ബാധിച്ചത്, സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് അസുഖമാണ് ബാധിച്ചത്, അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ് സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിന് ബാധിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, അയാൾക്ക് ഈ അസുഖം ബാധിച്ചതിന് ശേഷം അവർ വീൽ ചെയറിലായി. പിന്നെ എന്താണ്, അവരുടെ സ്പീച്ചും ആണെങ്കിലും ഭയങ്കര ഡിക്രീസ് ആവാൻ തുടങ്ങി.
ഓക്കെ. പക്ഷെ ഇത്രയും എന്താണ് ഡിസേബിൾഡ് ആണെങ്കിലും അവരെന്തൊക്കെയാണ്? ഒരു ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ആണ്, കോസ്മോളജിസ്റ്റ് ആണ് ആൻഡ് ഓതർ ആണ്. ഓക്കെ. അപ്പം നെക്സ്റ്റ് പേഴ്സണിനെ നോക്കിയാലോ. നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അരുണിമ സിൻഹയാണ്. സിൻഹ. അരുണിമ സിൻഹ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വോളിബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം അവര് 2011 അവരുടെ ഒരു ട്രെയിൻ യാത്രയിൽ കുറച്ച് ആൾക്കാർ, റോബേഴ്സ് എന്നാണ് പറയുന്നത്, റോബേഴ്സ് ഇവരെന്ത് ചെയ്തു? ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും ആ ആക്സിഡന്റ് കാരണം അവരുടെ ലെഫ്റ്റ് ലെഗ് എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ആംബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയാന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ഫസ്റ്റ് ഫീമെയിൽ ആംബ്യൂട്ട് ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് എന്ന് ഒരു ടൈറ്റിൽ കൊടുത്തത്. അപ്പം ഇവർ ട്രെയിനിൽ യാത്രയിൽ ഒരു ആക്സിഡന്റ് പറ്റി അവരുടെ ലെഫ്റ്റ് ലെഗ് കട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ അവരെന്താണ് ആ കട്ട് ഡൗൺ, എനിക്ക് ലെഗ് ഇല്ല, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവര് ഒതുങ്ങിക്കൂടാതെ അവരെന്താണ് ചെയ്തത്? 2013 അവര് ആർട്ടിഫിഷ്യൽ ലെഗ് ഫിക്സ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത് കയറി. അങ്ങനെയാണ് അവർക്ക് എന്ത് പേര് ടൈറ്റിൽ കിട്ടിയത്? ഫസ്റ്റ് ഫീമെയിൽ ആംബ്യൂട്ട് ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. ഓക്കെ. അപ്പൊ ഇവരും ഒരു എന്താണ് ഡിസേബിൾഡ് പേഴ്സൺ ആണ്. പക്ഷെ എന്താണ് അവരുടെ ഡിറ്റർമിനേഷനും സ്ട്രെങ്ത്തും കോൺഫിഡൻസും കൊണ്ട് അവർ ലൈഫിൽ മുന്നേറുകയാണ് ചെയ്തത്. അടുത്ത പേഴ്സണെ നോക്കിയാലോ. അടുത്ത പേഴ്സൺ ആണ് രവീന്ദ്ര ജെയിൻ. രവീന്ദ്ര ജെയിൻ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് വലിയൊരു മ്യൂസീഷ്യൻ ആണ്. ഓക്കെ. അവരെന്താണ് അവർ ബ്ലൈൻഡ് ആണ്. ഓക്കെ. ജന്മന അവര് ബ്ലൈൻഡ് ആണ്. ഓക്കെ. ബ്ലൈൻഡ് ആണെങ്കിലും അവരെന്താണ് നന്നായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യും, അതേപോലെ ലിറിക്സ് എഴുതും, അതേപോലെ അവരൊരു പ്ലേ ബാക്ക് സിംഗറുമാണ്. ഓക്കെ. അപ്പം ഈ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെ ഡിസേബിലിറ്റീനെ ഓവർകം ചെയ്ത് ഫൈറ്റ് ചെയ്താണ് ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്തുന്നത്. ഓക്കെ. അപ്പം നമുക്കിനി ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ദേവ് ഈസ് ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് ദ ഇവന്റ്സ് ഇൻ ഏർലി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ. അപ്പം ദേവ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ഹെലൻ കെല്ലറിന്റെ ഏർലി ലൈഫിന്റെ ഓരോരോ ഇവന്റ്സ് എന്താണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. പക്ഷെ എന്താ, ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. ദേവിന് അപ്പം എന്താണ് കറക്റ്റ് ഓർഡറിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളോട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ അപ്പം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ കൂട്ടുകാർ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓട്ടോബയോഗ്രഫീൻ്റെ പാസേജ് തറവായിട്ട് 2-3 ടൈംസ് വായിക്കുക. അപ്പോൾ ഓരോ പാരഗ്രാഫും തറവായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഷഫിൾഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡറായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഇൻ ദ ഡേ ഷീ ബിക്കേം എ ഇയർ ഓൾഡ്. ഓക്കെ. സെക്കൻഡ് വൺ എന്താ കൊടുത്തത്? ഹെലൻ ലേൺഡ് ദ വേർഡ് വാട്ടർ ഇൻ ഹെർ ഏർലി മന്ത്സ്. പിന്നെന്താ? there are heated discussion on naming the baby. പിന്നെ അടുത്ത എന്താ? ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ഇതായിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ. ഹെലൻ ഫെൽ ഇൽ എപ്പോഴാണ്? ലാസ്റ്റ് ആണ്. ഓക്കെ. പിന്നെന്താ? മൈൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഏതാ വരിക? ഫസ്റ്റ് എന്താണ്? ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. സെക്കൻഡ് വൺ ഏതാ വരിക? there was a heated discussion for naming the baby. ഓക്കെ. അവൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ വലിയ ചർച്ച നടന്നിരുന്നു. പിന്നെ എന്താ? മൂന്നാമത്തെ എന്താ വരിക? മൈൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. അവളുടെ അച്ഛൻ മൈൽഡ്രഡ് ക്യാമ്പലിന് പേരിടാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അടുത്ത എന്താ വരിക? ഹെലൻ ലേൺഡ് ദ വേർഡ് വാട്ടർ ഇൻ ഹെർ ഏർലി മന്ത്സ്. അപ്പം എന്താണ്? ആദ്യകാലത്ത് വാട്ടർ എന്നുള്ള വേർഡൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുമായിരുന്നു. അഞ്ചാമത്തെ എന്താ? ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ്. എപ്പോഴാണ്? അവൾക്ക് ഒരു വയസ്സായപ്പോൾ വാക്ക് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് വൺ ഏതാ? ഹെലൻ ഫെൽ ഇൽ. അപ്പൊ ഇതാണ് ഓർഡർ. ഈ ഓർഡർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പാസേജ് 2-3 ടൈംസ് വായിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി പോയാലോ. Choose another suitable title from the options given below for the passage. You may also give one of your own. അപ്പൊ ഇവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്ന പാസേജിന് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2-3 കൊടുത്തിട്ടുണ്ട്. ദ ക്വസ്റ്റ് ഫോർ എ നെയിം. ഓക്കെ. അൺഫോൾഡിങ് ഗ്രീഫ്, സീസൺ. അപ്പം നിങ്ങൾ ഈ പാസേജിന് എന്ത് പേര് കൊടുക്കും? അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നെയിംസ് കൊടുക്കാം. ഞാനിവിടെ ഇത് ഫൈറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക്
ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? ആക്ടിവിറ്റി 3, some season are mentioned in the passage. അപ്പോൾ എന്താണ്, പാസേജിൽ കുറേ സീസൺസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? വിന്റർ പറഞ്ഞിട്ടുണ്ട്, സമ്മർ പറഞ്ഞിട്ടുണ്ടോ, ഓട്ടം പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, റൈറ്റ് their names and features in column given below. അപ്പോൾ ഓരോ പിന്നെ സീസണിന്റെ കാര്യം എന്താണ് പാസേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കാം. സ്പ്രിംഗിൽ എന്താ സംഭവിച്ചത്? ദ റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സിംഗ് മെലഡിയസ് സോങ്. ഓക്കെ, പിന്നെന്താ സമ്മറിൽ എന്താ സംഭവിച്ചത്? സമ്മറിൽ എന്താണ്? ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ബ്ലൂം ചെയ്തു. ബ്ലൂമിങ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓട്ടമിൽ എന്താണ് സംഭവിച്ചത്? ഓട്ടമിൽ എന്താ? ലീവ്സും ഫ്രൂട്ട്സ് ഒക്കെ നിലത്ത് വീഴാൻ തുടങ്ങി. ഷെഡിങ് ലീവ്സ് ആൻഡ് റൈപ്പൺ ഫ്രൂട്ട്സ്. ഓക്കെ, ഇനി വിന്ററിൽ എന്താ സംഭവിച്ചത്? കോൾഡ് വെദർ ഹെലൻ കെല്ലർ ഫെല്ലിൽ. എന്താണ്? വെദർ ഭയങ്കര തണുപ്പാകുകയും അതേപോലെ ഹെലൻ കെല്ലർ എന്താണ്? അസുഖം ബാധിച്ച് നിൽക്കുകയും ചെയ്തു. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി, ഹൗ മെനി സീസൺ ഡു വി ഹാവ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര സീസൺസ് ഉണ്ട്? കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്. ഇത് ഏതാണ്? വിന്റർ. വിന്റർ എന്ന് പറഞ്ഞാൽ ശീതകാലം, തണുപ്പ്. ഏത് മാസമാണ്? ഡിസംബർ ടു ഫെബ്രുവരി. പിന്നെ സമ്മർ എന്ന് പറയുന്നത് എന്താണ്? വേനൽക്കാലമാണ്, മാർച്ച് ടു മെയ്. ഓക്കെ, പിന്നെ എന്താണ്? ഓട്ടം. ഓട്ടം എന്ന് പറയുന്നത് ശരത്കാലമാണ്, ഒക്ടോബർ ടു നവംബർ. മൺസൂൺ. മൺസൂൺ ഓർ റെയിനി സീസൺ എന്താണ്? കാലവർഷമാണ്, ജൂൺ ടു സെപ്റ്റംബർ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ്. ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലർസ് മദർ, കേറ്റ് കെല്ലർ. അപ്പൊ ഹെലൻ കെല്ലറിന്റെ മദർ ആണ് കേറ്റ് കെല്ലർ. അപ്പം ഒരു ന്യൂസ് റിപ്പോർട്ടർ ആവുമ്പോൾ ആ കേറ്റ് കെല്ലറിനോട്, അമ്മയോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളൊക്കെ എഴുതാം. എക്സാമ്പിൾ ഞാൻ 3 എഴുതിയിട്ടുണ്ട്. What were the difficulties you had to face while handling little Helen? അപ്പം ലിറ്റിൽ ഹെലൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് അവളെ നോക്കാൻ വേണ്ടി എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് എന്താ? ഹൗ ഡു യു ഫീൽ വെൻ ഹെലൻ വാസ് ബോൺ ബീങ് ദ ഫസ്റ്റ് ബേബി ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ചൈൽഡ് ആണ് ആര്? ഹെലൻ കെല്ലർ. അപ്പൊ എന്താണ്? ഫസ്റ്റ് ചൈൽഡ് ബോൺ ചെയ്തപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് എന്താണ്? ഹൗ ഡു യു ഫീൽ വെൻ യു റിയലൈസ് ദാറ്റ് ഹെലൻ ഇസ് ഡെഫ് ആൻഡ് ഡം? അപ്പം ഹെലന് 19 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഡെഫും ഡമ്മും ആകുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇതല്ലാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ബേസിക് എക്സാമ്പിളിന് വേണ്ടി കൊടുത്തതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ യൂണിറ്റില് എന്താണ് പാസേജും സ്റ്റോറിയും അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും. അപ്പൊ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.